1996 ഞാൻ എഴുതിയ ഒരു പാട്ടാണ് വരൂ വരിക പാവനാത്മാവേ എന്ന ഗാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഈ പാട്ട് പഠിക്കുകയായിരുന്നു. 96 എഴുതി എൻ്റെ സ്നേഹിതൻ ഡോക്ടർ എബ്രഹാം ജോഷുവ തിരുവനന്തപുരം ട്യൂൺ ചെയ്ത ഈ ഗാനം 2000 മാരാമൺ കൺവെൻഷനിൽ വന്നു. മാരാമൺ കൺവെൻഷനിൽ ഞാൻ എഴുതുന്ന അവസാനത്തെ ഗാനമാണ്. അതിനുശേഷം ഒരു ഗാനം മാരാമൺ കൺവെൻഷനിൽ വന്നിട്ടില്ല എന്നല്ല, ഞാൻ മാരാമൺ കൺവെൻഷനിൽ പാട്ടുകൾ കൊടുത്തിട്ടില്ല. ഈ ഗാനം മാത്രമാണ് എൻ്റെ ആത്മീയ ഗാനങ്ങളിൽ മറ്റൊരാൾ ട്യൂൺ ചെയ്ത ഗാനം. മറ്റെല്ലാ പാട്ടുകളുടെയും ട്യൂണ് എൻ്റെ സ്വന്തമായിരുന്നു. എന്നാൽ ഈ പാട്ട് മാത്രം മറ്റൊരാൾ ട്യൂൺ ചെയ്തു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇനി നിന്റെ ശുശ്രൂഷ അവസാനിച്ചു എന്ന് ദൈവം വിചാരിച്ചിട്ടാവാം പിന്നെ മാരാമൺ കൺവെൻഷനിലേക്ക് പാട്ട് എഴുതുവാനോ അയക്കുവാനോ എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഗാനം മാരാമൺ കൺവെൻഷനിൽ വന്നുവെങ്കിലും മറ്റു ഗാനങ്ങളെ പോലെ ഇത് അത്ര പോപ്പുലർ ആയില്ല. ഇന്ന് ആദ്യം പാടിയ പാട്ട്, ആ പാട്ടൊക്കെ മാരാമൺ കൺവെൻഷനിലൂടെ വന്ന പാട്ടാണ്. അതെല്ലാം പോപ്പുലർ സോങ്ങുകളായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ വരൂ വരിക പാവനാത്മാവേ എന്ന ഗാനം, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഈ ഗാനം, അത് പിന്നീട് മാരാമൺ കൺവെൻഷൻ പാട്ടുപുസ്തകത്തിൽ വന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അത്രമാത്രം അവഗണിക്കപ്പെട്ടു പോയ ഒരു പാട്ടാണ് ഈ പാട്ട്. അല്ലെങ്കിലും നാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരി പറയാറുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എത്ര സ്ഥാനമാണ് പരിശുദ്ധാത്മാവിന് നാം കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന ഒരു ദൈവത്തെ കുറിച്ച് പലപ്പോഴും നാം ഓർക്കാറില്ല എന്നുള്ളതാണ് സത്യം. പിതാവായ ദൈവത്തെക്കുറിച്ച് ഓർക്കും, പുത്രനായ യേശു കർത്താവിനെ കുറിച്ച് ഓർക്കും. എന്നാൽ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മുടെ ആരാധനകളിൽ നാം സ്തുതിച്ചു പാടുക എന്നതല്ലാതെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് എത്ര സ്ഥാനമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്? നമ്മൾ ആരെങ്കിലും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മളെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കുന്നത് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ച് ശക്തീകരിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയാണ് ഏകമധ്യസ്ഥനായ യേശുവിലൂടെ പിതാവിന്റെ സന്നിധിയിൽ നാം സമർപ്പിക്കുന്നത്. അപ്പൊ നമ്മളെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കുന്ന, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടായെങ്കിൽ ആത്മാവിൽ ഞരങ്ങിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവായ ദൈവം. പക്ഷെ ആ പരിശുദ്ധാത്മാവായ ദൈവത്തെ പലപ്പോഴും നാം അർഹിക്കുന്ന പദവി കൊടുത്ത് ബഹുമാനിക്കുന്നില്ല, ആരാധിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. പരിശുദ്ധാത്മാവിനെ വേണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പരിശുദ്ധാത്മാവിന് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുന്ന അനുഭവം വളരെ വിരളമായിട്ടേ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ പാട്ട് പാടി പഠിച്ചതാണെങ്കിലും ഞാൻ ഒരിക്കൽ കൂടെ ഈ പാട്ടൊന്ന് ആലപിക്കട്ടെ. നിങ്ങൾ ഈ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ അധരം കൊണ്ട് പാടുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവരായിരിക്കണം. അതാണ് പാട്ടിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമ്മൾ പാട്ട് പാടുന്നു എന്നതുകൊണ്ടായില്ല. പാട്ട് പാടുമ്പോൾ ആ പാട്ടിൽ നാം പാടുന്നത് നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഇന്നിപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് തൊട്ട് മുമ്പ് പാടിയ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ സഹോദരൻ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞു. കാരണം ആ പാട്ടിൽ ആത്മാവ് ലയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മളുടെ ആത്മാവിലേക്ക്
നമ്മുടെ ചുണ്ടുകളിലൂടെ ഒഴുകുന്ന പാട്ടുകൾ ഒഴുകിയെത്തിയില്ല എങ്കിൽ പാട്ടുകൾ കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. മാർട്ടിൻ ലൂതർ എന്ന പ്രസിദ്ധനായ നവീകരണകർത്താവ് അദ്ദേഹം പറയുകയുണ്ടായി, ഗാനങ്ങളുടെ, ഹിംസിന്റെ അല്ലെങ്കിൽ കർത്താവിനെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പാട്ടുകളുടെ സ്ഥാനം എന്ന് പറയുന്നത് സുവിശേഷത്തിന് തൊട്ടടുത്ത സീറ്റാണ്, തൊട്ടടുത്ത സ്ഥാനമാണ്. സുവിശേഷം കഴിഞ്ഞാൽ ക്രിസ്തീയ സഭയിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം പിന്നെ ഗാനങ്ങൾക്കാണ് എന്നാണ് പറയുന്നത്. അപ്പൊ സുവിശേഷം, വചനം നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതേ ഗൗരവത്തോടു കൂടെ വേണം ഗാനങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്. ഗാനം അത്രമാത്രം ശ്രേഷ്ഠമാണ്. ദൈവസന്നിധിയിൽ കഴിക്കുന്ന യാഗമാണ് ഗാനം എന്ന് നമ്മൾ ഓർക്കണം. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ദേവാലയങ്ങളിലെ ഗായക സംഘാംഗങ്ങൾ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ടാണോ നമ്മുടെ പാട്ടുകൾ പാടുന്നത്? ഇത്രയും പ്രശ്നം സഭയിൽ ഉണ്ടാക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ഒരു ലീവൈറ്റ്സ് ആണവർ, ലേവ്യ സംഘമാണ്, ഗായക സംഘമാണ്. ലേവ്യരെല്ലാം ഗായകരായിരുന്നു. മഥന്യാവിനെ പോലെയുള്ള ദാവീദിന്റെ കാലം മുതലുള്ള പ്രസിദ്ധരായ ഗായകന്മാർ, they are separated for this ministry of music. സംഗീതത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ ആദ്യമ സഭ മുതൽ വേർതിരിക്കപ്പെട്ട സമൂഹമാണ് ലീവൈറ്റ്സ് എന്ന് പറയുന്നവർ. ആ ലീവൈറ്റ്സ് എന്ന് പറയുന്ന ലേവ്യ സമൂഹത്തിന്റെ പാരമ്പര്യമാണ് നമ്മുടെ കൊയറുകാർക്കുള്ളത്. ആംഗ്ലിക്കൻ സഭയിലും പാശ്ചാത്യ സഭകളിലും കൊയറുകാർക്ക് പ്രത്യേക വസ്ത്രങ്ങളുണ്ട്. അത് ദാവീദിന്റെ കാലത്ത് തന്നെ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനു മുമ്പും ഉണ്ടായിരുന്നു. അവര് പുരോഹിതൻ ചെയ്യുന്ന ശുശ്രൂഷ പോലെ ഒരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഗൗരവത്തിൽ എത്ര കൊയറംഗങ്ങളാണ് ദേവാലയങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുക? ജീവിതത്തിൽ ചിട്ടയില്ലാതെ, ക്രമമില്ലാതെ, വിശുദ്ധിയില്ലാതെ, പാട്ടറിയാം എന്നുള്ള അഹന്തയിൽ മാത്രം, അഹങ്കാരത്തിൽ മാത്രം വന്നു പാടുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരുണ്ട് വാസ്തവത്തിൽ. അവരൊക്കെ വാസ്തവത്തിൽ ഈ ശുശ്രൂഷയെ മലിനമാക്കുകയാണ്. ഞാൻ സാന്ദർഭികമായി എത്രയും പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതുകൊണ്ട് അധരങ്ങൾ കൊണ്ട് പാടുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പാടുമ്പോഴാണ് ഗാനങ്ങൾ ദൈവസന്നിധിയിൽ യാഗങ്ങളായി തീരുന്നത്. അങ്ങനെ ഗാനങ്ങളെ യാഗങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ബുധനാഴ്ച ഒഴിച്ച് ബാക്കി ദിവസങ്ങളിലെല്ലാം ഗാനങ്ങൾ പഠിക്കുകയാണ്. പുതിയ പുതിയ ഗാനങ്ങൾ, പഴയ പ്രസിദ്ധമായ നമ്മുടെ ഓൾഡ് ട്രഡീഷണൽ സോങ്സ്, ഇതെല്ലാം നമ്മൾ പാടി പഠിക്കുന്നു. ഇതെല്ലാം ആശയസമ്പുഷ്ടമാണ്. സ്വർഗീയ മഹത്വം ദർശിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഗാനങ്ങളാണ് ഇതെല്ലാം. അതൊക്കെ പാടുമ്പോൾ നമ്മൾ ആ പാട്ടിലൂടെ ദൈവത്തെ ആരാധിക്കുക. പാട്ട് പഠിച്ചാലും ശരി, അല്ലാതെ പാടിയാലും ശരി, വി ആർ വർഷിപ്പിംഗ് ഗോഡ് എന്നുള്ള ആ ചിന്ത നമുക്കുണ്ടാവണം. എങ്കിലേ അത് ദൈവസന്നിധിയിലെ യാഗമായി തീരുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രം എഴുതിയിരിക്കുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. വരൂ വരിക പാവനാത്മാവേ, തരൂ തരിക നിൻ നിറവെന്നിൽ, തിരുവചന പൊരുളറിയാൻ, തിരുഹിതങ്ങൾ തിരിച്ചറിയാൻ വരൂ വരിക പാവനാത്മാവേ. പാപബോധമെന്നിൽ വരാൻ, പാപമെല്ലാം ഏറ്റു ചൊല്ലാൻ, പാപബോധം എന്നിൽ വരാൻ, പാപമെല്ലാം ഏറ്റു ചൊല്ലാൻ,
പ്രാണനാഥനേശുവിൻ്റെ പാദം കണ്ണീരാൽ കഴുകാൻ വരൂ, വരിക പാവനാത്മാവേ. ആത്മബോധമെന്നിൽ വരാൻ ആത്മദാഹം തീർത്തിടുവാൻ, ആത്മബോധമെന്നിൽ വരാൻ ആത്മദാഹം തീർത്തിടുവാൻ, സ്നേഹനാഥൻ യേശുവിൻ്റെ നാമം ആത്മാവിൽ പുകഴാൻ വരൂ, വരിക പാവനാത്മാവേ. നീതിബോധമെന്നിൽ വരാൻ നീതിമാർഗം പിന്തുടരാൻ, നീതിബോധമെന്നിൽ വരാൻ നീതിമാർഗം പിന്തുടരാൻ, നീതി സൂര്യനേശുവിൻ്റെ രാജ്യം ഭൂമിയിൽ പുലരാൻ വരൂ, വരിക പാവനാത്മാവേ. തരൂ തരിൽ തിരുവചന പൊരുളറിയാൻ, തിരുഹിതങ്ങൾ തിരിച്ചറിയാൻ വരൂ, വരിക പാവനാത്മാവേ. ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ ആമുഖത്തിൽ പല്ലവിയിൽ പാടുന്നത് ഇതാണ്: തിരുവചനത്തിന്റെ പൊരുൾ അറിയുവാൻ, നിന്റെ തിരുഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി, അല്ലയോ പരിശുദ്ധാത്മാവായ ദൈവമേ, നീ എന്നിൽ വരണമേ, നിന്റെ നിറവ് എന്നിൽ തരണമേ എന്ന് പരിശുദ്ധാത്മാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് പാടുവാൻ ഉദ്ദേശിക്കപ്പെട്ടുള്ള ഒരു ഗാനമാണ്. എപ്പോ വേണമെങ്കിലും പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് വചന ശുശ്രൂഷയ്ക്ക് മുമ്പിൽ ഈ പാട്ട് പാടാവുന്നതാണ്. ഈ പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് ഈ വചനം അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ, പൊരുൾ തിരിച്ചറിയുവാൻ നീ എന്നിൽ വരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടും പരിശുദ്ധാത്മാവിന്റെ 3 കാര്യങ്ങൾ, അനുഷ്ഠിക്കുന്ന 3 കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നു. ഒന്നാമത് പാപബോധം നമ്മളിൽ സൃഷ്ടിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മൾ ആരാണെന്ന് പറഞ്ഞിട്ടുള്ള ആത്മബോധം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. നീതിബോധം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ 3 കാര്യങ്ങളും 3 ചരണങ്ങളിൽ ഒതുക്കിയിരിക്കുകയാണ്. ഇനി എത്രയോ കൂടുതൽ പരിശുദ്ധാത്മാവിന്റെ സവിശേഷതകളെ കുറിച്ച് പാടുവാൻ കഴിയും. പക്ഷേ ഒരു കൺവെൻഷൻ പാട്ട് എന്ന നിലയിൽ 3 ചരണങ്ങളിൽ കൂടുതൽ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ അറ്റിക്കുറുക്കി ഈ 3 ചരണങ്ങളിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിൽ പാപബോധം വരുത്തുക എന്നുള്ളതാണ്. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി എന്ന് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. വി ആർ ഡിസീവേഴ്സ്. നമുക്ക് പാപമില്ല, ഞങ്ങൾക്ക് എന്താ കുഴപ്പം, ഞാൻ കുടിക്കുന്നില്ല, ഞാൻ വ്യഭിചരിക്കുന്നില്ല, ഞാൻ ആരെ കുറിച്ചും ദോഷം പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്വയം നീതീകരിക്കുന്ന മനുഷ്യരുണ്ട്. അതല്ല, എങ്കിലും അവൻ പാപിയാണെന്നുള്ള അടിസ്ഥാന സത്യം അവൻ മറന്നുപോകും. സ്വയം നീതീകരിക്കുന്ന, അതുകൊണ്ടാണ് താഴെ ഞാൻ പാടി, നീതിബോധം എന്നിൽ സൃഷ്ടിക്കണമേ അപ്പ പരിശുദ്ധാത്മാവായ ദൈവമേ.
പാപബോധം എന്നിൽ വരുത്തണമേ. ഞാൻ പാപിയാണ്, ആദിപാപം നമ്മളിൽ ഉണ്ട് എന്നുള്ള ഓർക്കണം. എന്തെല്ലാം നന്മ പ്രവർത്തികൾ ചെയ്താലും നാം പാപികളാണ് എന്നുള്ള ആ സത്യം നമ്മൾ എപ്പോഴും ഓർക്കണം. പാപം ഏറ്റുപറയുന്നെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ് നമ്മുടെ കർത്താവെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട, അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മളിൽ പാപബോധം വരുത്തുക എന്നുള്ളതാണ്. നാം പാപികളാണെന്നുള്ള സത്യം അതാണ് രക്ഷയുടെ ആദ്യത്തെ പടി. അതാണ് നാം രക്ഷിക്കപ്പെടുന്നതിന്റെ ആദ്യത്തെ പടി. അതാണ് ഞാൻ പാപിയല്ല എന്നുള്ള അഹങ്കാരത്തിൽ നിന്ന് മാറി കർത്താവേ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നതാണ്. ഞാൻ പാപിയായ ഒരു മനുഷ്യനായതുകൊണ്ട് എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിക്കുന്ന ഒരു 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 കഥാപാത്രത്തെ തിരുവനന്തപുരത്ത് നമുക്കറിയാം. ഞാൻ പാപിയായ ഒരു മനുഷ്യനായതുകൊണ്ട് എന്നോട് കരുണ തോന്നുന്നു. വേറൊരു മനുഷ്യൻ പറയുന്നു, ഞാൻ പാപിയായ മനുഷ്യനായതുകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന്. പത്രോസ് പറയുകയാണ്, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് എന്നെ വിട്ടുപോ, നീ എന്റെ അടുക്കൽ നിൽക്കണ്ട, ഞാൻ അതിന് യോഗ്യനല്ല, നീ എന്റെ അടുക്കൽ നിൽക്കുവാൻ ഞാൻ യോഗ്യനല്ല, സോ ഗെറ്റ് അവേ ഫ്രം മീ, എന്നിൽ നിന്നും അകന്നു പൊയ്ക്കൊള്ളൂ യേശു എന്ന് പത്രോസ് ഒരിക്കൽ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? ബിക്കോസ് അവന് പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധം, ഞാൻ പാപിയാണ്, ഐ ആം എ സിന്നർ എന്നുള്ള ചിന്ത. ക്രിസ്തീയ ജീവിതത്തിൽ രക്ഷയുടെ അടിസ്ഥാന ഘടകമാണിത്. ഈ കൺവിൻസിങ്, പാപിയാണ് എന്നുള്ള ആ ബോധത്തിൽ നിന്നാണ് പിന്നെ ക്രിസ്തീയ വിശ്വാസിയുടെ യാത്ര മുഴുവൻ ആരംഭിക്കുന്നത്. അവിടെ തുടങ്ങുന്നു യാത്ര. അല്ലാതെ കർത്താവിന് ഹൃദയം കൊടുത്തത് കൊണ്ടല്ല യാത്ര. പാപിയാണെന്നുള്ള ആ ഉൾബോധം വരികയും അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും ചെയ്യുന്നിടത്താണ് ഒരു വിശ്വാസിയുടെ രക്ഷണ്യ മാർഗം ആരംഭിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ തീർത്ഥയാത്ര ആരംഭിക്കുന്നത് അവിടെയാണ്. കർത്താവേ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഈ പാട്ടിൽ ആദ്യമേ അങ്ങനെ പാടിയത്. പാപബോധം എന്നിൽ വരാൻ, പാപമെല്ലാം ഏറ്റുചൊല്ലാൻ, പ്രാണനാഥൻ യേശുവിന്റെ പാദം കണ്ണീരാൽ കഴുകാൻ. പ്രാണനാഥൻ യേശുവിന്റെ പാദം കണ്ണീരാൽ കഴുകാൻ. എൻ്റെ അനുതാപത്തിന്റെ, എൻ്റെ ഏറ്റുപറച്ചിലിന്റെ കണ്ണീരിന്റെ ആ കണ്ണീര് കൊണ്ട് എൻ്റെ യേശുവിന്റെ പാദം കഴുകാൻ പരിശുദ്ധാത്മാവായ കർത്താവേ നീ എന്നെ സഹായിക്കണമേ എന്നാണ്. ഓർത്തു നോക്കൂ, ആ പാദം കണ്ണീരാൽ കഴുകാൻ എന്ന് എഴുതുമ്പോൾ മറിയയുടെ ചിത്രമാണ്, ബേഥാനിയിലെ മറിയയുടെ ചിത്രമാണ്, മഗ്ദലിലെ മറിയയുടെ ചിത്രമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അവർ യേശുവിന്റെ പാദം അവരുടെ സുഗന്ധദ്രവ്യം കൊണ്ട് കഴുകുക മാത്രമല്ല, അവരുടെ തലമുടി കൊണ്ട് പാദം കഴുകി, കണ്ണീര് കൊണ്ട് പാദം കഴുകി, തലമുടി കൊണ്ട് തുടച്ച് എടുക്കുന്ന ആ ഭക്തമതികളുടെ ചിത്രം. നമ്മളുടെ ജീവിതത്തിൽ പാപബോധം ഉണ്ടാകുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, പാപബോധം, ഞാൻ പാപിയാണെന്ന് പറഞ്ഞ് നല്ല ഗൗരവഭാവത്തിൽ ഇരിക്കാൻ ആർക്ക് പറ്റും? വാസ്തവത്തിൽ ഞാൻ പാപിയാണ് എന്ന് പറയുന്ന ഓർക്കുന്ന നിമിഷങ്ങളിലൊക്കെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ആ കണ്ണീർ എൻ്റെ കർത്താവിന്റെ പാദങ്ങളെ കഴുകാൻ പോന്നതായ കണ്ണീരായി തീരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം പാപിയാണെന്ന് ഓർക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഹൃദയം തകരും, നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കണ്ണീരുകൊണ്ട് പ്രാണനാഥന്റെ കാലുകൾ കഴുകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ധന്യമായ പൂജ, ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ആരാധന എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് പാപബോധം നമ്മളിൽ സൃഷ്ടിക്കുന്ന പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പാടാം, വരൂ വരൂ പാവനാത്മാവേ, തരിക നിൻ നിറവെന്നിൽ എന്ന് നമുക്ക് പാടാം. ആത്മബോധം എന്നിൽ വരാൻ, ഞാൻ ആരുമല്ല, ദൈവസന്നിധിയിൽ ഞാൻ ഏതുമല്ല എന്നോർത്തുകൊണ്ട് നമ്മുടെ ആത്മദാഹം തീർക്കുവാൻ വേണ്ടി വചനത്തിന്റെ ജലം പാനം ചെയ്തുകൊണ്ട്, വചനം ആകുന്ന ജലം പാനം ചെയ്തുകൊണ്ട്, ജീവജലം പാനം ചെയ്തുകൊണ്ട് നമ്മുടെ ദാഹം തീർക്കുവാൻ ദൈവസന്നിധിയിൽ നാം യാചിച്ച് നിലവിളിക്കുകയാണ്. ആത്മബോധം എന്നിൽ ഉണ്ടാക്കുന്ന വചനം, ആത്മാദാഹം തീർക്കുന്ന വചനം നീ എനിക്ക് തരണമേ എന്ന് സ്നേഹനാഥനായ യേശുവിനോട് അപേക്ഷിക്കുന്നതാണ്. നിന്റെ നാമം ആത്മാവിൽ പുകരുവാൻ, നാമം ആത്മാവിൽ, യേശു യേശു എന്നുള്ള ആ നാമം ആത്മാവിൽ പുകഴുക എന്ന് പറയുന്നത് അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ധന്യതയാണ്.
നിന്റെ ജീവിതത്തിന്റെ നിരന്തര യാത്രയിൽ നീ വാഹനത്തിൽ യാത്ര ചെയ്യട്ടെ, നീ നടക്കട്ടെ, നീ ഉറങ്ങാൻ കിടക്കട്ടെ, നീ വിശ്രമിക്കട്ടെ, ഏത് നിമിഷമാണെങ്കിലും ശരി സഹോദരി സഹോദര, യേശുവിന്റെ നാമം നിന്റെ ചുണ്ടിലുണ്ടെങ്കിൽ അത് വലിയൊരു ധന്യതയാണ്, ഒരു ഭാഗ്യമാണെന്ന് നോക്കണം. യേശു നിനക്ക് സ്തോത്രം, യേശുവേ നിനക്ക് സ്തോത്രം എന്ന് പാടിക്കൊണ്ട്, എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ നിമിഷങ്ങളെ യാത്രയാക്കുവാൻ നിനക്ക് കഴിഞ്ഞാൽ, ആ നിമിഷങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന ആ യേശുവിന്റെ സ്തുതി ഉണ്ടല്ലോ, അത് ദൈവസന്നിധിയിൽ, അവന്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന ആ വെള്ളിച്ചഷകത്തിൽ, ആ പാത്രത്തിൽ അത് ചെന്ന് വീഴും. എന്നും നിന്നെ സ്വർഗീയ പിതാവ് ഓർക്കത്തക്ക വിധത്തിലുള്ള ആരാധനയായത് മാറും. യേശു എന്ന നാമം നമ്മുടെ ചുണ്ടിൽ വഹിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, നിരന്തരം യേശുവിന്റെ നാമം നമ്മുടെ ചുണ്ടിൽ വഹിക്കുവാൻ കഴിയുന്നു, അത് ആത്മാവിൽ പുകഴുവാൻ, ആത്മാവിൽ ആ നാമം ചൊല്ലി ദൈവത്തെ പ്രശംസിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതെത്ര ഭാഗ്യകരമാണ്. അതിനെ പരിശുദ്ധാത്മാവായ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് രണ്ടാമത്തെ ചരണം. മൂന്നാമത് പാടുന്നത് നീതിബോധം എന്നിൽ വരാൻ, നീതിമാർഗം പിന്തുടരാൻ. നീതിയുടെ നമ്മൾ ഓർക്കണം, നമ്മൾ ക്രൂശിലൂടെ, കാൽവറി രക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെടുന്നു. ആ വീണ്ടെടുക്കപ്പെടുന്നത് നമ്മളുടെ പറയുന്നത് നമ്മുടെ പ്യൂരിഫിക്കേഷനാണ്, സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയും. ജസ്റ്റിഫിക്കേഷൻ ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ കാൽവറി ക്രൂശിലെ യാഗത്തിലൂടെ എൻ്റെ യേശു നിർവഹിക്കുകയാണ്. അതിൽ ആ മൂന്ന് കാര്യങ്ങൾ, മൂന്നാമത്തെ കാര്യമാണ് നീതിബോധം എന്ന് പറഞ്ഞാൽ, ആ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ആളുകൾ. വി ആർ ജസ്റ്റിഫൈഡ്, നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്. എങ്ങനെ നീതീകരിക്കപ്പെട്ടവരാണ്? നമ്മൾ യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. അപ്പോൾ കാൽവറി ക്രൂശിലെ രക്തത്താൽ നാം സാങ്ക്ടിഫൈഡ് ആണ്. കാൽവറി ക്രൂശിലെ രക്തത്താൽ നാം ജസ്റ്റിഫൈഡ് ആണ്. നീതി ആത്മാവിൽ ഉണ്ട് എന്ന് ഓർക്കുവാൻ, ആ നീതിയുടെ മാർഗം പിന്തുടരുവാൻ, നീതി സൂര്യൻ യേശുവിന്റെ രാജ്യം ഭൂമിയിൽ പുകഴുവാൻ, പരിശുദ്ധാത്മാവായ കർത്താവെ നീ എന്നിൽ വരേണമേ എന്ന് ഈ പാട്ടിൽ ഞാൻ ആലപിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ 3 വ്യാപാരങ്ങളെ 3 ഖണ്ഡികകളിൽ 3 സ്റ്റാൻസയിൽ സംഗ്രഹിച്ചുകൊണ്ട്, ഇനിയും ഒത്തിരി പാടുവാനുണ്ടെങ്കിൽ പോലും ഈ കാര്യങ്ങൾ മാത്രം സംഗ്രഹിച്ചുകൊണ്ട് എഴുതിയ പാട്ടാണ് വരൂ വരിക പാവനാത്മാവേ എന്ന ഗാനം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം ഇത്രയും ആമുഖമായി സൂചിപ്പിച്ചു. പാട്ടിലുള്ള പരിശുദ്ധാത്മ സ്പർശത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 31-32 വാക്യങ്ങളിലും, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 28-29 വാക്യങ്ങളിലും, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വീണ്ടും 12-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിലും യേശു കർത്താവ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം 3 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മ മനുഷ്യർ ചെയ്യുന്ന എല്ലാ ദുഷ്പ്രവൃത്തികളും അവരോട് ക്ഷമിക്കും. ദൈവത്തോടുള്ള, തന്നോട് ചെയ്യുന്ന ആരോപണങ്ങളും തെറ്റുകളും ദൈവം ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവായ ദൈവത്തോട് ചെയ്യുന്ന ദൂഷണം, അത് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കപ്പെടുകയില്ല. അപ്പോ ഓർത്തു നോക്കൂ, ഈ പരിശുദ്ധാത്മാവിന്റെ പദവി എന്താണെന്ന്. മനുഷ്യപുത്രനോട് എന്ത് ദൂഷണം പറഞ്ഞാലും ദാറ്റ് വിൽ ബി ഫർഗിവൺ, അത് ക്ഷമിക്കപ്പെടും. ദൈവസന്നിധിയിൽ എന്ത് തെറ്റ് ചെയ്താലും ദാറ്റ് വിൽ ബി ഫർഗിവൺ. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നേരെ നീ ഒരു ദൂഷണം പറഞ്ഞാലുണ്ടല്ലോ, ജീവിതത്തിൽ മാത്രമല്ല, നിന്റെ അടുത്ത ജീവിതത്തിലും നിന്റെ തലമുറകളിലെങ്ങും ദാറ്റ് വിൽ നെവർ ബി ഫർഗിവൺ, അതൊരിക്കലും ക്ഷമിക്കപ്പെടും. അതുകൊണ്ട് വളരെ ഗൗരവമായി ഓർത്തോണം. പരിശുദ്ധാത്മാവിനെ തഴയുമ്പോഴും ഓർത്തോണം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് തിരുവേദന നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് ഇതിനെ കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഹീസ് എ വെരി സിമ്പിൾ പേഴ്സൺ. തൃത്വത്തിൽ 3-ാമനാണ്. സോ സിമ്പിൾ എ പേഴ്സൺ. ഒരു പേഴ്സണാലിറ്റി ഉണ്ട് പരിശുദ്ധാത്മാവിന്. യഹോവയായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. പുത്രനായ യേശു കർത്താവിന് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. പരിശുദ്ധാത്മാവിന് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ഹീസ് എ പേഴ്സൺ. ആ പേഴ്സൺ ആവട്ടെ ഏറ്റവും ഭൂമിയിലെങ്ങും ആർക്കുമില്ലാത്തത്ര നിഷ്കളങ്കത്വമുള്ള ഒരു
ദൈവമാണ് പരിശുദ്ധാത്മാവായ ദൈവം. ഇത് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? കളങ്കമില്ലാത്തവനായി, ആർദ്രസ്വരൂപിയായി, സ്നേഹസ്വരൂപിയായി നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്ന പരിശുദ്ധാത്മാവായ ദൈവം ആർദ്ര ഹൃദയനാണ്. ആരോടും മനസ്സിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ പരിശുദ്ധാത്മാവായ ദൈവം ആ പ്രാർത്ഥന നമുക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെ ഭാവങ്ങൾ എന്താണെന്ന് വിവേചിച്ചറിഞ്ഞിട്ട് ആ പ്രാർത്ഥന യേശു കർത്താവിലൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന നമ്മുടെ മീഡിയേറ്ററാണ്. മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ഏക മധ്യസ്ഥൻ, അതല്ല പറഞ്ഞേ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നയാളാണ് പരിശുദ്ധാത്മാവ്. ഇത് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടായേ എന്ന് പലരും പറയും. പരസ്യമായി പ്രാർത്ഥിക്കാത്ത എത്രയോ നൂറുകണക്കിന് വിശ്വാസികളുണ്ട്. പരസ്യമായി പ്രാർത്ഥിക്കാത്ത, അറിഞ്ഞുകൂടാ പ്രാർത്ഥിക്കാമെന്നാ പറയുന്നത്. എന്നാൽ സഹോദരി സഹോദര, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഹോളി സ്പിരിറ്റ് ഈസ് റെഡി ടു പ്രേ ഫോർ യു, ടു പ്രേ വിത്ത് യു. നിന്നോടൊപ്പം പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് തയ്യാറാണ്. നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, അത് കൺവേ ചെയ്യാൻ പരിശുദ്ധാത്മാവ് റെഡിയാണ്. അവനെ വിളിച്ച് പറ, കർത്താവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഹെൽപ്പ് മീ ടു പ്രേ, പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിന് പകരം പരിശുദ്ധാത്മാവിനെ ദുഷിക്കുന്ന നമ്മുടെ മനസ്സ് നമ്മളെ കർത്താവ് ഓർപ്പിക്കുന്നു, നീ പരിശുദ്ധാത്മാവിനെ ദുഷിച്ചാൽ ഈ ലോകത്തല്ല നിത്യതയിലും നിന്നോട് ക്ഷമിക്കുകയില്ല എന്നാണ് പറയുന്നത്. അത് ഈ 3 സുവിശേഷത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 12-ലും ലൂക്കോസ് 12-ലും മർക്കോസിന്റെ 3-ലുമാണ് ഈ 3 കാര്യങ്ങളും, ഈ 3 യേശു കർത്താവിന്റെ വാക്കുകളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ തരത്തിലുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചപ്പാട് നമുക്ക് തരുന്നത് യോഹന്നാന്റെ സുവിശേഷമാണ്. 14-ാം അധ്യായത്തിൽ വരുമ്പോഴേക്കും മഹാപുരോഹിത പ്രാർത്ഥനയുടെ ആ ഘട്ടത്തിൽ യേശു കർത്താവ് പറയാണ്, സത്യത്തിന്റെ ആത്മാവ്, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവായ ദൈവത്തെ കുറിച്ച് പറയുകയാണ്, സത്യത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ ആത്മാവാണ്. ഓ, ഇതിനേക്കാളേറെ ഒരു വിശേഷം പരിശുദ്ധാത്മാവിന്, സത്യത്തിന്റെ ആത്മാവ്. എന്നിട്ട് പറയാണ്, കൂടെ ഇരിക്കേണ്ടത്, നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത്, ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന സത്യത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരും എന്ന്. എത്ര ശ്രേഷ്ഠമായ ഒരു ദാനമാണ്. തൃത്വത്തിൽ 3-മനായ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരോടുകൂടെ വസിക്കുവാൻ. ഇപ്പൊ ആരാണ് ഈ ഭൂമിയിലുള്ളത്? യേശു ഇവിടുന്ന് പോയി. യേശുവിന്റെ ആളത്വം നമുക്കിവിടെ ഇല്ല. പക്ഷേ യേശുവിന്റെ ആത്മവത്ത നമ്മൾ അനുഭവിക്കുന്നു. എങ്ങനെ? പരിശുദ്ധാത്മാവായ ദൈവത്തിലൂടെ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങളോടുകൂടെ എപ്പോഴും ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് തരും. അപ്പം പരിശുദ്ധാത്മാവായ ദൈവം ആണ് ഇപ്പോൾ നമ്മോട് കൂടെയുള്ള ദൈവം. ആ പരിശുദ്ധാത്മാവായ ദൈവം നിരന്തരം നമ്മോട് കൂടെയുണ്ട്. നമ്മൾ നടക്കുമ്പോൾ, വിശ്വാസി, നീ നടക്കുമ്പോൾ, നീ ഉറങ്ങുമ്പോൾ, നീ ഭക്ഷിക്കുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ, നീ യാത്ര ചെയ്യുമ്പോൾ, ഹോളി സ്പിരിറ്റ് ഈസ് വിത്ത് യു. പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ മാത്രമല്ല പരിശുദ്ധാത്മാവ്, ചിലരൊക്കെ കാത്തിരിക്കുക, പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്താൻ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ കാത്തിരിക്കേണ്ട പരിശുദ്ധാത്മാവ് ഈസ് ഓൾവേസ് വിത്ത് us. നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ, അത് നൽകപ്പെട്ടതാണ്. കാത്തിരുന്ന് വിളിച്ചു വരുത്തേണ്ട ഒരു ആളല്ല പരിശുദ്ധാത്മാവ് ദൈവം. നമ്മോടുകൂടെ എപ്പോഴും ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവ് നമുക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. പരിശുദ്ധാത്മാവ് എന്റെ കൂടെയുണ്ട് എന്ന്. അവനെ അറിയാതെയാണ് നമ്മൾ ഈ ജീവിക്കുന്നതൊക്കെ. അവന്റെ സാന്നിധ്യം അറിയാതെ നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എപ്പോഴും ആത്മാവിൽ ആനന്ദിക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഞാൻ ഈ പറയുന്നത് ക്ഷമിക്കുക. പരിശുദ്ധാത്മാവായ കർത്താവിൽ ഇത്രമാത്രം വിശ്വാസം അർപ്പിച്ച ഒരു വനിത എന്റെ ജീവിതത്തിന്റെ സഖിയായി മാറിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പരിശുദ്ധാത്മാവ് എന്നോട് പറയും, ഞാൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവായ കർത്താവിനോടാണ്. പരിശുദ്ധാത്മാവായ കർത്താവാണ് യേശുവിലൂടെ എന്റെ പ്രാർത്ഥന പിതാവിന്റെ സന്നിധിയിൽ അയക്കുന്നത്. ദുർബലയായ ഒരു സ്ത്രീ, പ്രാർത്ഥിക്കുവാൻ വാക്കുകൾ കിട്ടാതെ പരതുന്ന ഒരു സ്ത്രീയാണ് എന്റെ ഭാര്യ. ശരിയായി പ്രാർത്ഥിക്കാനുള്ള വാക്കുകൾ കിട്ടാതെ, പക്ഷെ എന്നോട് പറയും, ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവായ കർത്താവ് എന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ
അവൾ വരുമ്പോൾ വിളിച്ചു പറയുന്നത്, പരിശുദ്ധാത്മാവായ കർത്താവേ, ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ വിടുവിക്കണം. നീ എനിക്ക് വഴികാട്ടിയാവണമേ. നീ എനിക്ക് ആലോചനക്കാരനായിരിക്കണമേ. നീ എന്റെ വെളിച്ചമായി, എന്റെ ശരണമായി, ശൈലമായി എന്റെ കൂടെ ഉണ്ടാവണമേ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ എത്ര പേരാണ് പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ഈ നിയർനെസ്, നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഈ ഭാവം ഉറപ്പോടെ വിശ്വസിക്കുന്നവർ? എന്റെ പരിശുദ്ധാത്മാവായ ദൈവം എന്റെ കൂടെയുണ്ട്, എന്റെ സഹയാത്രികനാണ് എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എന്റെ ജീവിതത്തിന്റെ സഹയാത്രികനാണ്, കോ ട്രാവലർ എന്ന് വിശ്വസിക്കുവാൻ എത്ര പേർ കഴിഞ്ഞിട്ട്? വാസ്തവത്തിൽ അതാണ് യേശു പറഞ്ഞ, അതാണ് നിങ്ങളോട് കൂടെ എപ്പോഴും ഇരിക്കേണ്ടത്. വല്ലപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴല്ല, നിങ്ങൾ കാത്തിരിക്കുമ്പോൾ വരുന്നതിന് വേണ്ടിയല്ല, എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് തരും. എന്നേക്കും അതാണ്, ഫോർ ഇറ്റേണൽ ആയിട്ട് പരിശുദ്ധാത്മാവായ ദൈവം നമ്മോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ഏറ്റവും ശക്തമായ പ്രകടനം നാം കണ്ടത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിലാണ്. എന്താണ് പരിശുദ്ധാത്മാവിന്റെ ആവാസം ശിഷ്യന്മാർക്കുണ്ടാവുമ്പോൾ യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയാണ്. ആദ്യമായി ഈ പറഞ്ഞ നിരന്തരം അവരോടുകൂടെ ഇരിക്കേണ്ടതിന്, നമ്മോടുകൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് സ്വർഗം തുറന്നിറങ്ങി വരുന്ന നിമിഷങ്ങളാണത്. സ്വർഗത്തിന്റെ വാതായനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവായ ദൈവം സ്വർഗത്തിൽ ഇറങ്ങി വരികയാണ്. കൊടിയ കാറ്റുപോലെ അവൻ ഇറങ്ങി വരികയാണ്. ഒരു ഭയങ്കരമായ മുഴക്കം പോലെ അവൻ ഇറങ്ങി വരികയാണ്. അഗ്നിജ്വാല പോലെ അവൻ ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ഡിസെൻഡിങ് ഫ്രം ഹെവൻ. ഓ, പരിശുദ്ധാത്മാവായ ദൈവം, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവായ ദൈവം. എന്താ കണ്ടത്? അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ, ശിഷ്യന്മാരുടെ മേൽ ആവസിക്കുന്ന നാവുകൾ. പത്രോസും യോഹന്നാനും ശിഷ്യന്മാരും രൂപാന്തരപ്പെടുന്ന അത്ഭുതകരമായൊരു ചിത്രമാണത്. ഞാൻ പരിശുദ്ധാത്മാവ് എന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതിന് ഒരു കാരണം ഇതാണ്. വാസ്തവത്തിൽ പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് മാറി, യോഹന്നാൻ മാറി, അപ്പോസ്തലന്മാരെല്ലാം മാറി. എന്താണ് ലൂക്കോസ് അപ്പോസ്തലന്മാരെ കുറിച്ച് അവിടെ എഴുതിച്ചിരിക്കുന്നത്? അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമാണെന്ന് അറിയുകയാലും അത്ഭുതപ്പെട്ടു. പത്രോസിനെയും യാക്കോബിനെയും കുറിച്ചുള്ള അവരുടെ ഡിഗ്രി അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ? പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യമില്ലാതെ പേടിച്ചരണ്ട് ജീവിച്ച 2 പേർ. യോഹന്നാൻ അവസാനം വരെ ക്രൂശിന്റെ ചുവട്ടിലുണ്ടായിരുന്നു, എങ്കിലും ഭയാശങ്കയോടുകൂടി ആയിരുന്നല്ലോ. പത്രോസ് എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. മറ്റു ശിഷ്യന്മാർ എവിടെയെന്നാണ് പോലും ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരുന്നവർ അവരിപ്പോൾ ധൈര്യത്തോടുകൂടി, ഒരുത്തനെയും പേടിക്കാതെ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. പത്രോസിന്റെ പ്രസംഗം, ഉജ്ജ്വലമായ പ്രഭാഷണം കേട്ടിട്ട് ജനം പറയുകയാണ്, അവരുടെ ധൈര്യം കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് അവർ പറയുന്നതാണ്, ഇവർ പഠിപ്പില്ലാത്തവർ, സാമാന്യ വിദ്യാഭ്യാസം പോലുമില്ലാത്ത സാമാന്യരായ മനുഷ്യർ. ഈ പഠിപ്പില്ലാത്ത സാമാന്യരായ ഭീരുക്കളായിരുന്ന ഇവരെ രൂപാന്തരപ്പെടുത്തിയതാണ് പരിശുദ്ധാത്മാവിന്റെ. ഞാൻ പരിശുദ്ധാത്മാവിന്റെ കർമ്മങ്ങളെ, പ്രവൃത്തികളെ വിശ്വസിക്കുന്നത് ഇതുകൊണ്ടാണ്. പഠിപ്പില്ലാത്തവരും സാമാന്യരുമായി പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും ഒക്കെ എടുത്ത് രൂപാന്തരപ്പെടുത്തിയ കർത്താവ് അവരെ കൊണ്ട് ചെയ്യിച്ച അത്ഭുത പ്രവൃത്തികൾ ഓർക്കുമ്പോൾ എങ്ങനെ പരിശുദ്ധാത്മാവില്ലെന്ന് പറയാൻ പറ്റും? എങ്ങനെ പരിശുദ്ധാത്മാവായ ദൈവത്തെ പുകഴ്ത്താതിരിക്കാൻ പറ്റും? യാക്കോബും എഴുതിയ ലേഖനങ്ങൾ, പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എഴുതിയ ലേഖനങ്ങളില്ലേ, അത് നൂറ്റാണ്ടുകളായി റിസർച്ച് ചെയ്യുക, ഓരോരുത്തര് ഡോക്ടറേറ്റ് സമ്പാദിക്കുക, പാണ്ഡിത്യം ഉള്ളവരായി മാറുക. പത്രോസിന്റെയും യോഹന്നാന്റെയും യാക്കോബിന്റെയും യൂദയുടെയും ഒക്കെ ലേഖനങ്ങൾ
റിസർച്ച് ചെയ്ത് തീർന്നിട്ടില്ല, ഇപ്പോഴും തീർന്നിട്ടില്ല. പിന്നെയും നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ലോകത്ത് ഈ പാവപ്പെട്ടവരുടെ, ഈ സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ മനുഷ്യരെഴുതിയ വരികൾക്ക് വേണ്ടി അതിന്റെ അർത്ഥം തേടി ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് ദ പവർ ഓഫ്, ദാറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. അതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, സാന്നിധ്യം. ഡു യു ബിലീവ് ഇറ്റ്? നിങ്ങൾക്ക് വിശ്വസിക്കാമോ? പരിശുദ്ധാത്മാവായ കർത്താവിനെ വിശ്വസിക്കുവാൻ പറ്റും. അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. അതിങ്ങനെയാണ്. 14-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെയുള്ള ഒരു ഖണ്ഡികയിൽ അത് പറഞ്ഞിരിക്കുന്നു. അക്കാലത്ത് അപ്പോസ്തലന്മാരുടെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കേട്ടിട്ട്, അവരുടെ സുവിശേഷ വാക്കുകളൊക്കെ കേട്ടിട്ട് ശമരിയർ ധാരാളം ആൾക്കാർ മാനസാന്തരപ്പെട്ടു. ശമരിയർ അറിയാമല്ലോ, കർത്താവിൽ വിശ്വാസമില്ലാത്തവർ, ഗെരിസീം പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വർഗമായിരുന്നു ശമരിയർ. അവരുടെ ഒറിജിൻ അബ്രഹാമിൽ നിന്നുള്ള ഒറിജിനാണ്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ ദാവീദ് രാജാവിന് ശേഷം, ശലോമോന് ശേഷം രാജ്യം പിളർന്നുപോയി. ഒരു കൂട്ടര് അന്യദേവന്മാരുടെയൊക്കെ പുറകെ പോയി. അവരാണ് പിന്നീട് കാലഗതിയിൽ ശമര്യരായി തീർന്നത്. ആ ശമര്യരും യഹോവയായ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ആ ശമര്യരും യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. ഒരു മശിഹ വരുമെന്ന് അവർക്കും അറിയാം. പക്ഷെ അവര് യെരുശലേമിലല്ല ആരാധിക്കുന്നത്. അവര് ഗെരിസീം പർവ്വതം പറയുന്ന ഒരു പർവ്വതം അവിടെ ഉണ്ടാക്കി, അവിടെ ഒരു പള്ളി ഉണ്ടാക്കി, ഒരു ക്ഷേത്രം ഉണ്ടാക്കി, അവിടെയാണ് ആരാധിക്കുന്നത്. യേശു അവിടെ ചെല്ലണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. യേശു ഗെരിസീം പർവ്വതത്തിലെ ഉത്സവത്തിന് ചെല്ലുമെന്ന് വിചാരിച്ചാണ് ഒരു ദിവസം യേശു രാപാർക്കുവാൻ അവർ അനുവാദം കൊടുത്തത്. പക്ഷേ യേശു യെരുശലേമിലേക്ക് പോകുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ പാർക്കണ്ട എന്ന് പറഞ്ഞ് യേശുവിന് സ്ഥലം കൊടുക്കാതിരിക്കുകയും ചെയ്തു ശമര്യർ. ആ ശമര്യർ ആദ്യ യഹൂദയിലും, പിന്നെ യെരുശലേമിലും, പിന്നെ ശമര്യയിലും, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം മൂന്നാമത് ശമര്യയിൽ സുവിശേഷം അറിയിക്കണമെന്നാണ് എൻ്റെ യേശു പറഞ്ഞത്. ആ ശമര്യർ അപ്പോസ്തലനായ അപ്പോസ്തലന്റെയും യോഹന്നാന്റെയും ഒക്കെ സുവിശേഷം കേട്ടിട്ട്, അവരുടെ അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ട് ശമര്യർ ധാരാളമായി മാനസാന്തരപ്പെട്ടു.